എല്ലാവർക്കും PSC ലളിതത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെക്കുറിച്ചാണ്. അപ്പം ഇന്ത്യയിൽ പ്രധാനമായും 3 കാർഷിക കാലങ്ങളാണുള്ളത്: ഖാരിഫ്, റാബി, സെയ്ദ്. അപ്പം എന്താണ് ഖാരിഫ്? തെക്ക് പടിഞ്ഞാറൻ വർഷകാലത്തോടു കൂടി ആരംഭിക്കുന്നു. ഉഷ്ണമേഖലാ വിളകളാണ് ഈ സമയത്ത് കൃഷി ചെയ്യുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ വർഷകാലത്തോടു കൂടി ആരംഭിക്കുന്നു, ഉഷ്ണമേഖലാ വിളകളാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ വർഷകാലം എന്ന് പറയുമ്പോൾ എന്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലം. അപ്പൊ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? നെല്ല്, പരുത്തി, ചണം, അരി, ചോളം, ബജ്ര, തുവര, കരിമ്പ്, നിലക്കടല, തിനവിളകള്. എന്താണ് റാബി വിളകള്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടുകൂടി ആരംഭിക്കുന്നു. അതായത് ഒക്ടോബർ നവംബർ മാസത്തിൽ ആരംഭിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇത് അവസാനിക്കുന്നു. ഈ കാലത്തെ കുറഞ്ഞ ഊഷ്മാവ് സമശീതോഷ്ണ മിതോഷ്ണ വിളകൾക്ക് അനുയോജ്യമാണ്. അപ്പൊ സമശീതോഷ്ണ മിതോഷ്ണ വിളകൾ എന്ന് പറയുമ്പോൾ കുറഞ്ഞ ഊഷ്മാവ് മതി. അപ്പൊ ഗോതമ്പ്, കടുക്, പയറുവർഗ്ഗങ്ങള് ഇതിനെല്ലാം ഇത് അനുയോജ്യമാണ്. അപ്പൊ ആ സമയത്ത് കൃഷി ചെയ്യുന്നതും ഈ ഗോതമ്പ്, പുകയില, ബാർലി, പയറുവർഗ്ഗങ്ങള്, കടുക്, കടല തുടങ്ങിയവയാണ്. ഇനി എന്താണ് സെയ്ദ് വിളകള്? റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. സെയ്ദ് വിളകൾക്ക് ഉദാഹരണമാണ് തണ്ണിമത്തൻ, വെള്ളരി, കാലിത്തീറ്റ വിളകള്, പഴങ്ങള്, പച്ചക്കറികൾ. അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള, അപ്പം നമ്മുടെ ആ ഒരു ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു സമയത്തിൻ്റെ അകത്താണിത് കൃഷി ചെയ്യുന്നതും അതിൻ്റെ വിളവെടുക്കുന്നതും എല്ലാം. അപ്പോൾ സ്ഥിരമായിട്ട് ഈ ഖാരിഫ് വിളകള്, റാബി വിളകള്, സെയ്ദ് വിളകൾ തന്നിട്ട് ഇത് ഖാരിഫാണോ, റാബി ആണോ, സെയ്ദ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇതിനെ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചറിയാം? നമുക്കൊരു കോഡ് ഉപയോഗിച്ച് ഖാരിഫ് വിളകളെയും റാബി വിളകളെയും പഠിക്കാം ഓർത്തിരിക്കാനായിട്ട്. അപ്പം ഖാരിഫ് വിളകൾ ഓർത്തിരിക്കാനുള്ള കോഡാണ് പനിച്ചേനക്ക് സോയമതി. പനിച്ചേനക്ക് സോയമതി. പ പരുത്തി, നീ നിലക്കടല, ച ചോളം ചണം, എള്ള്, നെല്ല്, കരിമ്പ്, സോയാബീൻ, മഞ്ഞൾ, തിനവിളകൾ. തിനവിളകൾ എന്ന് പറയുമ്പോൾ ബജ്ര, റാഗി, ജോവർ ഇതെല്ലാം തിനവിളകളാണ്. അപ്പൊ ഈ ഒരു കോഡ് ഓർത്തിരുന്നാൽ നമുക്ക് ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കാനായിട്ട് പറ്റും. പനിച്ചേനക്ക് സോയമതി, അത് ഓർത്തിരിക്കുക. ഇനി റാബി വിളകൾ ഓർത്തിരിക്കാനുള്ള കോഡാണ് പയർ ഗോ ബാക്ക്. പയറുവർഗ്ഗങ്ങള്, ഗോതമ്പ്, ബാർലി, കടുക്. അപ്പം ഇത് രണ്ടും ഓർത്തിരിക്കുക. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ സെയ്ദ് വിളകൾക്ക് നമുക്ക് കോഡൊന്നും വേണ്ട, പഴങ്ങളും പച്ചക്കറികളും. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഈ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കുക. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് സുഖമായിട്ട് 1 മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും നോട്ട് എഴുതി തന്നെ കൃത്യമായിട്ട് പഠിക്കുക, നോട്ട് എഴുതി വെക്കുക, കൃത്യമായിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് ഓരോ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക്